പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് യെരിഹോവിലെത്തിയപ്പോൾ ഒരു മനുഷ്യന്റെ അകത്ത് വലിയൊരു ആഗ്രഹം. ആ മനുഷ്യന്റെ പേര് സക്കായി എന്നാണ്. അവന്റെ ആഗ്രഹം മറ്റൊന്നല്ല, യേശു ക്രിസ്തു എങ്ങനെയുള്ളവൻ എന്ന് കാണണം. സക്കായിയുടെ അകത്ത് ആ എക്സൈറ്റ്മെന്റ് ഉണ്ടായതിന്റെ കാരണം യേശുവിനെ കുറിച്ചുള്ള കേൾവിയാണ്. നല്ലത് കേട്ടാൽ നല്ല വിശ്വാസമുണ്ടാകും, തിന്മയായത് കേട്ടാൽ തിന്മയായ വിശ്വാസമുണ്ടാകും. നല്ലത് അറിയാൻ ശ്രമിച്ചാൽ ജീവിതത്തിൽ നന്മയുണ്ടാകും, തിന്മകൾ അറിയുവാൻ ശ്രമിച്ചാൽ തിന്മയായത് ഭവിക്കും. സക്കായിയുടെ അകത്ത് യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടായതിൻ്റെ കാരണം ഞാൻ വിശ്വസിക്കുന്നു യേശു കർത്താവിനെ കുറിച്ചുള്ള നല്ല കേൾവിയാണ്. എന്നെ കാണുന്ന മാന്യപ്രേക്ഷകരോട് പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു, നല്ല കാര്യങ്ങൾ പറയുക, നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, തിന്മയായതിൽ നിന്ന് ഒഴിവായി നിൽക്കുക, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ഉള്ള തൻ്റെ ശ്രമം ഒരു തരത്തിൽ തൻ്റെ വ്യക്തിപരമായ നിലകളിൽ അത് പരാജയപ്പെട്ടു. കാരണം താൻ വളർച്ചയിൽ കുറുകിയവനായതുകൊണ്ട്, നീളം കുറഞ്ഞവനായതുകൊണ്ട് പുരുഷാരം നിമിത്തം യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല. ഒരുപാട് ആൾക്കാർ സത്യദൈവത്തെ അറിയുവാൻ ശ്രമിക്കുന്നുണ്ട്, സക്കായിയെ പോലെ കാണുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു സമൂഹം അതിനൊരു തടസ്സമായി നിൽക്കുന്നു, ചില മതങ്ങൾ അതിന് തടസ്സമായി നിൽക്കുന്നു, ചില സാഹചര്യങ്ങൾ അതിന് തടസ്സമായി നിൽക്കുന്നു. എന്നാൽ സക്കായി അവിടെ ചെയ്തൊരു കാര്യമുണ്ട്. തൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നതിന് തടസ്സമായി നിന്ന മനുഷ്യരെയോ അവരുടെ ഉയർച്ചയോ തൻ്റെ ഉയർച്ചക്കുറവിനെയോ സാഹചര്യങ്ങളെയോ അല്ല സക്കായി നോക്കിയത്. യേശുവിനെ തനിക്ക് കാണണം, തനിക്കറിയണം എന്ന തൻ്റെ തീരുമാനമാണ്. ഇതൊരു തീരുമാനമാണ്. വാസ്തവമായും ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു കർത്താവ് രണ്ട് കരങ്ങളും നീട്ടി സ്നേഹമോടെ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളെ വിളിക്കുകയാണ്. പക്ഷെ അവനെ അറിയുവാൻ, അവനെ കാണുവാൻ, അവൻ്റെ അരികിൽ വരുവാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടാകണം. സക്കായിയെ പോലെ. സക്കായി എന്താ ചെയ്തേ? അവിടെ ഒരിക്കലും സക്കായി സമൂഹത്തെ പഴി പറയുന്നില്ല. തനിക്ക് ദൈവം നീളം തരാഞ്ഞതെന്താണ്? താൻ കുറുകിപ്പോയ ആളായി പോയത് കൊണ്ടല്ലേ കാണാൻ പറ്റാഞ്ഞതെന്ന് ദൈവത്തെ പഴി പറയുന്നില്ല. പ്രസ്തുത യേശു കർത്താവ് കടന്നു വരുന്ന വഴിധാരയിലുള്ള ഒരു കാട്ടത്തിമേൽ സക്കായി കയറുകയാണ്. ശരിക്കും ഒരു എഫേർട്ട് അതിൻ്റെ പിറകിൽ സക്കായി എടുക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളോട് പറയുന്നു, ക്രിസ്തുവിൽ നിങ്ങൾ എടുത്ത ഒരു എഫേർട്ടുകളും ഒരു പരിശ്രമങ്ങളും പരാജയമാകുകയില്ല.